നമസ്കാരം. ഭാരതത്തിന്റെ ആർഷ സംസ്കാര പാരമ്പര്യം ലോകം മുഴുവൻ എത്തിച്ച മഹാകുംഭമേളയാണ് കഴിഞ്ഞത്. ഇപ്പോഴും കുംഭമേളയിലെ ഹിന്ദു ഐക്യവും ഒഴുക്കം കണ്ട് ഭ്രാന്ത് പിടിച്ചലയുകയാണ് ജിഹാദികൾ. പൂർണ്ണമായും അപാകതകൾ ഒഴിവാകുന്ന തരത്തിലാണ് കുംഭമേളയിലെ സജ്ജീകരണങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരുന്നത്. എന്നിട്ടും ഒരുമാതിരി കൊതിയും നുണയും പറയുന്ന തരം താഴ്ന്ന തട്ടിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ജിഹാദികളും മറ്റു പാർട്ടിക്കാരും. എന്നാൽ കുംഭമേളയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം ആസൂത്രിതമായിരുന്നോ എന്ന തോന്നൽ ഹിന്ദു സംഘടനകൾക്കും ഉത്തർപ്രദേശ് സർക്കാരിനും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടലിൽ നടന്ന തിക്കും തിരക്കും ഉണ്ടാക്കിയവർ ഒരൊറ്റ ബസ്സിൽ വന്ന 120 പേരാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് പുറം ലോകം കേട്ടത്. അങ്ങനെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒറ്റക്കെട്ടോടെ ഒരുമ്പെട്ടിറങ്ങിയാൽ മിണ്ടാതിരിക്കാൻ ഇന്ത്യ പഴയ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ നാക്കും മൂക്കും നഷ്ടപ്പെട്ടവരുടെ ഇന്ത്യയല്ല. ഇത് മോദി എന്ന ചങ്കുറപ്പുള്ള ഭരണാധികാരിയുടെ തണലിൽ സുരക്ഷിതരായി ജീവിക്കുന്ന ശരിയും തെറ്റും തിരിച്ചറിയാനും പ്രതികരിക്കാനും അറിയുന്ന ജനങ്ങളുടെ ഇന്ത്യയാണ്. ഇത്രയും അക്രമങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഓപ്പറേഷൻ 120 എന്ന പേരിൽ ഈ സംഘത്തിലെ ഓരോരുത്തരെയും പൊക്കാൻ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ UP പോലീസിന്റെ പ്രത്യേക ദൗത്യ സംഘവും ഭീകരവാദ വിരുദ്ധ സെല്ലും രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ഈ 120 പേരിൽ മലയാളികളും ഉണ്ടെന്നും ഉത്തർപ്രദേശിലെ ചില ഹിന്ദു പത്രങ്ങൾ വാർത്ത പുറത്തുവിട്ടതായി പറയുന്നു. ഒരൊറ്റ ടൂറിസ്റ്റ് ബസ്സിൽ 120 പേരെങ്ങനെ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നുന്നുണ്ടാകും. എന്നാൽ ബസ് പ്രത്യേക ദുഷ്ടലാക്കോടെയാണ് എത്തിയതെന്ന കാര്യം ഈ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനുള്ളിൽ 120 പേരെ കുത്തിനിറച്ചാണ് കൊണ്ടുവന്നതെന്നും പറയുന്നു. പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് സ്ഥാപിച്ച 2500 AE സജ്ജമായ ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചാണ് സൂചനകൾ ലഭിച്ചത്. കാരണം തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് 30 പേര് കൊല്ലപ്പെട്ടതോടെ അതുവരെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള പരിസരത്ത് സജീവമായിരുന്ന 16,000 മൊബൈലുകൾ ഓഫായതായി കണ്ടെത്തിയിരുന്നു. ഇത് ആരുടെയൊക്കെയാണ് എന്നും അന്വേഷിച്ചു വരുന്നു. ഓഫായ മൊബൈൽ ഫോണുകളിൽ 100 ഫോണുകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇവർക്ക് തിക്കും തിരക്കും ഉണ്ടായ സംഭവവുമായി തീർച്ചയായും ബന്ധമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഈ ബസ്സിൽ വന്ന സംഘത്തിലുള്ള ചിലരാണ് പുലർച്ചെ 1:30 മണിക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. ഇതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജനുവരി 29-ന് രാത്രി 1:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തി വേഗം കുളിക്കൂ എന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായാണ് ഇയാളെ തോന്നിപ്പിച്ചിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇയാൾ ഒരു പോലീസ് ആയിരുന്നില്ല എന്നും പോലീസിന്റെ വേഷം കെട്ടിയ ഒരാളായിരുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഭക്തരെ നിർബന്ധിച്ച് ഇയാൾ സ്നാനം ചെയ്യാൻ ത്രിവേണി സംഗമത്തിലേക്ക് രാത്രി 1:30 മണിക്ക് പറഞ്ഞയച്ചത് തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അറിയുന്നു. മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിലെറിയൂ എന്ന് ഏതാനും യുവാക്കൾ ആക്രോശിക്കുന്ന ഒരു വീഡിയോയും സംശയാസ്പദമായി കണ്ടെടുത്തിട്ടുണ്ട്. മഹാകുംഭമേളയിലെ മരണത്തെ വല്ലാതെ പേടിപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിച്ച ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ചെങ്കൊടി പിടിച്ച ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കിയെന്ന ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കൾ മാവോയിസ്റ്റുകളോ അതോ മാവോയിസ്റ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അക്രമികൾ നടത്തിയ തന്ത്രമോ എന്നും അന്വേഷിച്ചു വരുന്നു.